നമസ്കാരം. അങ്ങനെ അമിത്ഷാ കുഴിച്ച ചാണക്യതന്ത്രത്തിൽ കൃത്യമായി വലിയൊരു പാർട്ടി കൂടെ വീണ് നാമാവശേഷമായി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ കുരുക്കിയത് അഴിമതിയുമായി ബന്ധപ്പെടുത്തിയ വിഷയത്തിലാണ്. പിന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി ആ പാർട്ടിക്ക് സമ്മർദ്ദമുണ്ടായി. അത് പല കഷ്ണങ്ങളായി നിൽക്കുകയാണെങ്കിൽ മമതാ ബാനർജിയെ കൃത്യമായി തെരഞ്ഞെടുപ്പിലൂടെ പുറത്താക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ 3 വർഷത്തെ 3 ടേമിലെ തെരഞ്ഞെടുപ്പിലാണ് ഇത് വന്നത്. 2021 വലിയ ഭൂരിപക്ഷത്തിൽ മമത വന്നപ്പോഴും 70ഓളം സീറ്റ് BJP പിടിച്ചു. 2016 അവർ 2 സീറ്റ് പിടിച്ചു. അതിനു മുമ്പ് 2011 സീറ്റൊന്നുമില്ലായിരുന്നു. അപ്പോൾ 2 സീറ്റിൽ തുടങ്ങി 70 സീറ്റിലൂടെ ഇപ്പോൾ വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് പോയി എന്നുള്ളതല്ല പ്രധാനം. മമതാ ബാനർജിയുടെ പാർട്ടിയെ പല കഷ്ണങ്ങളാക്കി. ഇപ്പോഴിതാ MP-മാർ, തൃണമൂൽ കോൺഗ്രസിലുള്ള MP-മാർ മുഴുവനായി BJP-യിൽ ചേരാൻ നടക്കുന്നു. അവർ BJP-യിൽ ചേർന്നാൽ സംഭവിക്കാൻ പോണ മറ്റൊരു രാഷ്ട്രീയ മാറ്റം, ഡൽഹിയിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം എന്തെന്നാൽ വനിത ബില്ലടക്കം ചിലപ്പോൾ പാസ്സാക്കാൻ പറ്റും. ലോകസഭയിൽ 3/2 ഭൂരിപക്ഷം കിട്ടാം. രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യത മമതാ ബാനർജിയുടെ പാർട്ടിയും കൂടി വരുമ്പോൾ അത് വലിയൊരു സാധ്യതയായി വരികയാണ്. അതുപോലെ തന്നെ 80 MLA-മാരുടെ മീറ്റിംഗ്, 80 MLA-മാരാണ് മമതാ ബാനർജിക്കുള്ളത്. 80 MLA-മാരുടെ മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ 80 MLA-മാരുടെ മീറ്റിംഗിൽ 20 MLA-മാരെ പങ്കെടുത്തോളൂ എന്ന് മാത്രമല്ല 60 MLA-മാർ മാറി നിന്നു. അതിൽ 54 MLA-മാരുടെ നേതാവായി മറ്റൊരു നേതാവ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തു. അത് മമതാ ബാനർജിയുമായിട്ട് ആലോചിച്ചില്ല. അങ്ങനെ മമതാ ബാനർജിയുമായി ആലോചിക്കാതെ എഴുതി കൊടുത്തതിൻ്റെ പേരിൽ അവിടെ പ്രതിപക്ഷ നേതാവായിട്ടും BJP-ക്ക് താല്പര്യമുള്ള ഒരാൾ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. തമിഴ്നാട്ടിൽ ADMK-യിൽ ചെറിയ പിളർപ്പൊക്കെ ഉണ്ടായി, കുറച്ച് പേര് വിജയുടെ കൂടെ പോയിട്ടുണ്ട്, അത് വേറൊരു കഥ. പക്ഷെ എന്തായാലും ബംഗാളിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ രസകരമായ ചാണക്യ തന്ത്രം. അമിത്ഷായുടെ തന്ത്രം ബംഗാളിൽ വിജയിച്ചിരിക്കുന്നു. അതിന് മാത്രമല്ല, സുവേന്ദു അധികാരി എന്ന് പറയുന്നത് വലിയ ഹിന്ദുത്വ രീതിയിൽ ചിന്തിക്കുകയും വലിയ തോതിലാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ബംഗാളിൽ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്തെന്നാൽ ബംഗാളിൽ നിന്ന് കാർഡില്ലാത്തവരെ, ആധാർ ഇല്ലാത്തവരെ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരെ, കുടിയേറിയ ബംഗ്ലാദേശികളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ബോർഡറിൽ വലിയ CSF-കാരെ ബോർഡറെ ഏൽപ്പിച്ചുകൊണ്ട് വലിയ മതിലും മറ്റു കാര്യങ്ങളും മുള്ളുവേലിയൊക്കെ കെട്ടി ഇലക്ട്രിക് വേലിയൊക്കെ വെച്ച് ഒരു കാരണവശാലും ഇനി കുടിയേറ്റം അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബംഗാളിൽ ജോലി സാധ്യത കൂടുന്നത് കൊണ്ട് മലയാളികളായിട്ടുള്ളവർ, ഇവിടെ കേരളത്തിൽ കിടക്കുന്നവർ തന്നെ ബംഗാളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നില്ല എന്നുള്ള പുതിയ കാര്യവും നമ്മൾ നടക്കുന്നു. അപ്പോൾ ബംഗാളിൽ വളരെ വലിയ തോതിലാണ് സൈലന്റായി, നിശബ്ദമായി മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റം BJP-ക്ക് അനുഗുണമായി വരുന്നു എന്നുള്ളതിനടുത്താണ് അമിത്ഷായുടെ ഒരു പ്രത്യേകത. തുടർച്ചയായി അമിത്ഷാ ബംഗാളിൽ പോവുകയും അവിടെ വളരെ കൃത്യമായ സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുകയും അവിടെ ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലും ആ സ്ട്രാറ്റജികൾ തുടങ്ങിയിട്ടുണ്ട്. വിജയുടെ ഭാര്യ ഇപ്പോൾ തമിഴ്നാട്ടിൽ BJP ചേർന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി എങ്ങനെയാണോ പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാമായി നിന്നിരുന്ന, നേരത്തെ കോൺഗ്രസ് ആയിരുന്ന തൃണമൂൽ കോൺഗ്രസിൽ മാറിയ സുവേന്ദു അധികാരിയെ പതുക്കെ പൊക്കി അദ്ദേഹത്തെ BJP കൊണ്ടുവന്നു. മാത്രമല്ല അവിടെ ഒരു കേസൊക്കെ ഉണ്ടായി, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുത്തി വലിയ കേസൊക്കെ ഉണ്ടായി. ഒരു പെൺകുട്ടി മരിച്ചുപോയി, വനിത. അവരുടെ അമ്മയെ പിടിച്ച് ഇതിൻ്റെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ വലിയ സ്ട്രാറ്റജികൾ, അതായത് രാഷ്ട്രീയത്തിനതീതമായ സ്ട്രാറ്റജികളാണ്, അല്ലാതെ കേവല രാഷ്ട്രീയമല്ലത്. അത് രാഷ്ട്രീയത്തിനതീതമായ തന്ത്രങ്ങളും സ്ട്രാറ്റജികളുമൊക്കെ മെനഞ്ഞ് വളരെ കൃത്യമായി ബംഗാളിൽ ആർക്കും മറ്റൊരു പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്ത നിലയിൽ ബംഗാളിൽ BJP വളരുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ BJP ചെയ്യുന്നത് കൊണ്ട് കേന്ദ്രത്തിൽ കൂടുതൽ സുരക്ഷിതമാവുകയാണ്. ബംഗാളിൽ നിന്ന് ഇനി ഒരുപാട് MP-മാരുണ്ടാകും. ഇപ്പോഴുള്ള MP-മാരെ തന്നെ, തൃണമൂലിൻ്റെ MP-മാരെ തന്നെ കൃത്യമായി കാലുമാറ്റിച്ച് അവർ BJP-യിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ വളരെ രസകരമാണ് BJP-യുടെ കാര്യങ്ങൾ. എന്തായാലും ചാണക്യതന്ത്രം നന്നായി ഫലിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യമായി അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പിന്നെ BJP-യുടെ തന്ത്രത്തിൽ തൃണമൂൽ കോൺഗ്രസ് വീണുപോയി. മമതാ ബാനർജിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണിപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മനോഹരമാണ് BJP-യുടെ ഈ തന്ത്രം. ഇതിലൂടെ അവർ രാജ്യസഭയിൽ 3/2 സീറ്റ് ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട്. ലോകസഭയിലും 3/2 സീറ്റിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അപ്പോൾ സുവേന്ദു അധികാരിയെ വച്ചുകൊണ്ട് അവിടെ കൃത്യമായി BJP പ്രവർത്തനം നടത്തും. അതുപോലെ തന്നെ അദ്ദേഹം റോഡിൽ, അവിടെ എത്രയോ വർഷങ്ങളായി അവിടുത്തെ മെയിൻ റോഡിൽ വെച്ചുണ്ടായിരുന്ന നിസ്കാരമുണ്ടായിരുന്നു.
അത് പറ്റത്തില്ല. അങ്ങനെ മെയിൻ റോഡിൽ നിസ്കാരം പറ്റത്തില്ല, അത് പള്ളികളിലായിക്കോണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പള്ളിയല്ല, അവിടെ പൊതു മൈതാനം തുറന്നു കൊടുത്തു. പള്ളിയിലല്ല, പൊതു മൈതാനം തുറന്നു കൊടുത്തു. അപ്പോൾ മൈതാനം തുറന്നു കൊടുത്തോടുകൂടി റോഡ് ക്ലിയറായി. അതിലൂടെ മുസ്ലിങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ആ സമയത്തും ഈ നിസ്കാര സമയത്തും റോഡിലൂടെ സഞ്ചരിക്കാമല്ലോ, നിസ്കാരം കഴിഞ്ഞാലും ഒക്കെ റോഡിലൂടെ സഞ്ചരിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ, വന്ദേ മാതരം കൃത്യമായി എല്ലാ സ്കൂളിലും ചൊല്ലണം, മദ്രസയിൽ ചൊല്ലണം, ഇങ്ങനെ വളരെ വലിയ പരിഷ്കാരങ്ങളാണ്. ഓരോ തലത്തിലുള്ള BJPക്ക് അനുഗുണമായ ഒരു സാമൂഹ്യ അന്തരീക്ഷവും സാംസ്കാരിക അന്തരീക്ഷവും രാഷ്ട്രീയ അന്തരീക്ഷവും ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള, BJP വൽക്കരിക്കുന്നതിനുള്ള കൃത്യമായ സ്ട്രാറ്റജികളാണ് സുവേന്ദു അധികാരിയിലൂടെ അമിത്ഷായും നരേന്ദ്രമോദിയും നടപ്പിലാക്കുന്ന. ഒരുപക്ഷെ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഹിന്ദുത്വ അജണ്ടകളേക്കാൾ കൂടുതൽ അജണ്ടകൾ, അല്ലെങ്കിൽ ഹിന്ദു സനാതന ധർമ്മവും ഹിന്ദുവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ബംഗാൾ. ആ മുന്നേറ്റത്തിന് കാരണം നടക്കുമ്പോൾ തന്നെ അപ്പുറത്തെ പാർട്ടിയെ, അല്ലെങ്കിൽ എതിരാളിയെ, പ്രതിപക്ഷ പാർട്ടിയെ ഛിന്നഭിന്നമാക്കി കളഞ്ഞു എന്നുള്ളത് വളരെ 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 കൗതുകമുള്ള രാഷ്ട്രീയമാണ്. 80 ആളുകൾ ഉണ്ടായിരുന്നിടത്ത് 20 പേരെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ, 60 പേരും പങ്കെടുക്കുന്നില്ല. മാത്രമല്ല, ബംഗാളിലെ ഗ്രാമങ്ങളിൽ വലിയ ഗൂണ്ടായുസം ഉണ്ടായിരുന്നു. ആ ഗൂണ്ടായുസം എല്ലാം ഇപ്പൊ തീർന്നു. മുഴുവൻ പേരും ഗുണ്ടകൾ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആളുകളിൽ നിന്ന് പിരിച്ച പൈസ തിരിച്ചു കൊടുക്കുകയാണ്. ലക്ഷക്കണക്കിന് പൈസയാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി വലിയ കോഴയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഗുണ്ടകൾ, അതെല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. ഓഫീസുകളിൽ, ഹോസ്റ്റലുകളിലും കോളേജിന്റെ ഓഫീസിന്റെ ഭാഗമായിട്ടൊക്കെ മാഫിയ സംഘങ്ങൾക്ക് മുറിയുണ്ടായിരുന്നു പറയണം, അതെല്ലാം ഒഴിപ്പിക്കുകയാണ്. അപ്പോൾ വലിയ ക്ലീൻ ബംഗാൾ പരിപാടി നടക്കുകയാണ്. അപ്പോൾ ബംഗാളിന് അകത്ത് ക്ലീനിങ് നടക്കുന്നു, പുറത്ത് ആ പാർട്ടിയെ തന്നെ, തൃണമൂൽ കോൺഗ്രസിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ വലിയ തോതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രസകരമാണ്. ബംഗാളിൻ്റെ ചരിത്രം പഠിച്ചാൽ, ബംഗാളിൻ്റെ ചിന്തകൾ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമിത്ഷായുടെ തന്ത്രങ്ങൾ സമ്പൂർണ്ണമായി ബംഗാളിൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്.